ആർ.വി. ബാബു, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ബിന്ദു കൃഷ്ണ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് സ്വന്തം പക്ഷത്ത് നിന്ന് തന്നെയാണ് കൂടുതലായിട്ടും. താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഈ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ കണ്ടതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം തന്നെ പോയി കണ്ടത് കത്തോലിക്ക ബിഷപ്പിനെയാണ്. അതെന്തിനായിരുന്നു കണ്ടത്? അതൊരു കഴ്സി കോളായിരുന്നു എന്ന് ആരെങ്കിലും നമ്മളാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതോ മന്ത്രിസഭ തട്ടിക്കൂട്ടാൻ വേണ്ടി പെടാപ്പാട് പെട്ട സമയത്ത് ലത്തീൻ കത്തോലിക്കർ ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളിച്ച സമയത്ത് അവരുടെ കാല് പിടിച്ച് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി പോയപ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഒന്നും വികാരമിളകി നമ്മൾ കണ്ടില്ല. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വി.ഡി. സതീശൻ നിലപാടിൻ്റെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിയ ആൾക്കാരൊന്നും ഈ പറയുന്നതിന് വിമർശിച്ച് രംഗത്ത് വന്നതായിട്ടും നമ്മളാരും കണ്ടില്ല. അപ്പോൾ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഹൈന്ദവ സംഘടനയുടെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ഹൈന്ദവ സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം വി.ഡി. സതീശനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിലെ നേതാക്കന്മാരെ, ബാക്കിയുള്ളവരെ ആരെങ്കിലും വിമർശിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ വിമർശിച്ചതായിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം മറ്റു പല ഉന്നതരായ നേതാക്കളുണ്ട്. വി ഡി സതീശനെ എതിർത്തിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ജി സുകുമാരൻ നായർ എതിർത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ 2 ഹൈന്ദവ സംഘടനകൾ വി ഡി സതീശനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെന്ന്. പക്ഷെ അവരാരെങ്കിലും കോൺഗ്രസിനെതിരെ ശക്തമായിട്ട് എതിർത്തുവെന്നോ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാർ എതിർത്തുവെന്നോ അതിന് അർത്ഥമില്ലല്ലോ. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ പറഞ്ഞു എന്നുള്ള വ്യാഖ്യാനം, അങ്ങനെ ഒരു നരേറ്റീവ് എന്തിനാണ് കൊണ്ടുവരുന്നത്? കേരളത്തെ വിമർശിച്ചാൽ അത് മുഴുവൻ കേരളത്തെ വിമർശിച്ചാൽ അത് മുസ്ലിങ്ങളെ വിമർശിച്ചു എന്നർത്ഥം വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല വിമർശിച്ചാൽ മുസ്ലിങ്ങളെ വിമർശിച്ചു എന്നുള്ള അർത്ഥം വരുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നത്? അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സഹായകരമായിട്ടുമുണ്ട്. അതിനുശേഷം ബിന്ദു കൃഷ്ണ പോയി വെള്ളാപ്പള്ളിയെ കണ്ടു വണങ്ങിയതാണ് ഇപ്പോൾ ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമാണല്ലോ അത്. മഞ്ജുഷേ, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന UDF-നകത്ത്, അതായത് മുസ്ലിം വോട്ടിന്റെ കൺസോൾട്ടേഷൻ സഹായിച്ചു എന്നൊക്കെയുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് UDF ജയിച്ചത്? അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഒന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ, ഈ പറഞ്ഞ ന്യായമനുസരിച്ചിട്ടാണെങ്കിൽ എറണാകുളം മുതൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ ജില്ലകളിലൊക്കെയുള്ള ക്രിസ്ത്യൻ സ്വാധീനം വളരെ കൂടുതലാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് ഇടതുപക്ഷം തോറ്റമ്പിയത്? ഈവൻ കണ്ണൂരിലെ CPM-ന്റെ ഏറ്റവും കൊട്ടക്കൊത്തളങ്ങളിൽ അവിടെ മുസ്ലിം കൺസോൾട്ടേഷൻ CPM-നെതിരായതുകൊണ്ടാണോ അവിടെ തോറ്റത്? അല്ലല്ലോ. ഇവിടെ വളരെ കൃത്യമാണ്, പിണറായി വിജയന്റെ സർക്കാരിനോടുള്ള ജനരോഷം അതിശക്തമായിരുന്നു. ആ ജനരോഷം രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ UDF-ന് അനുകൂലമായി. അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. അത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കൊണ്ടാണ് എന്ന ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നത് യുക്തിസഹമല്ല. ഒന്നാമത്തെ കാര്യം. ഇനി വെള്ളാപ്പള്ളി നടേശന് മാത്രമാണോ ഈ മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായം, മുസ്ലിം ലീഗ് അനർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത്? ജോഷി മയ്യാറ്റിൽ ഇപ്പോൾ ക്രൈസ്തവ സഭയുടെ ഒരു മത നേതാവാണല്ലോ. നമ്മുടെ മുനമ്പം വിഷയത്തിലൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. എന്താണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം? അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചെയർമാൻ എന്തേ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ മാത്രമായിട്ട് മാറുന്നേ? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മാത്രപരമായിട്ട് മാറുന്നേ? ജില്ലാ തലങ്ങളിൽ ന്യൂനപക്ഷ ക്ഷേമ സമിതികളുണ്ട്. എറണാകുളത്ത് പോലും, അതായത് ക്രിസ്ത്യൻ സ്വാധീനവും മേധാവിത്വവും മെജോറിറ്റിയുമുള്ള എറണാകുളത്ത് പോലും ആ സമിതികളിൽ മുസ്ലിങ്ങളുടെ എണ്ണമാണല്ലോ കൂടുതൽ. അത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എല്ലാ ജില്ലാ സമിതികളിലും മുസ്ലിം പ്രാതിനിധ്യമാണ് കൂടുതൽ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ ചോദിക്കുന്നത് ഞാനല്ല, വെള്ളാപ്പള്ളി നടേശനുമല്ല, ജോഷി മയ്യാറ്റിലാണ്. അദ്ദേഹം ചോദിക്കുന്നു, മുസ്ലിം ന്യൂനപക്ഷ പ്രൊമോട്ടർമാരുണ്ട്. ഈ പ്രൊമോട്ടർമാരുടെ എണ്ണവും എല്ലാ ജില്ലകളിലും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണല്ലോ കൂടുതൽ. എന്തിന്? സർക്കാരിന്റെ ന്യൂനപക്ഷ ഡയറക്ടറേറ്റിൽ 22 ഉദ്യോഗസ്ഥന്മാരിൽ 22 പേരും മുസ്ലിങ്ങളാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചത് ഈ പറയുന്ന ക്രൈസ്തവ മത നേതാവാണ്. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഈ വിവേചനങ്ങൾ, ഈ വർഗീയ പ്രീണനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാണ്, വർഗീയ പ്രചരണമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല മഞ്ജുഷേ. ഇത് വളരെ കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ, അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മാറാടും അതേപോലെ മലബാർ കലാപവും അതിന്റെ
ആ പൈതൃകം ഏറ്റുവാങ്ങിയ ആളുകളാണ് ലീഗ് എന്ന് പറയുമ്പോൾ അത് മൊത്തം മുസ്ലിം സമുദായത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കാരണം മുസ്ലിം ലീഗിന്റെ നേതാവ് മായിൻ ഹാജി മാറാട് കേസിൽ പ്രതിയാക്കപ്പെട്ട ആളാണ്, FIR എഴുതപ്പെട്ട ആളാണ്, കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. അത് UDF-ഉം LDF-ഉം ചേർന്ന് മായിൻ ഹാജിയെ രക്ഷിച്ചു. അത് വേറൊരു ചരിത്രം. പക്ഷേ മായിൻ ഹാജി ലീഗിന്റെ സംസ്ഥാന നേതാവ് മാറാട് കേസിൽ പ്രതിയാക്കപ്പെട്ട ആളല്ലേ? അപ്പം മാറാട് കലാപമായാലും മലബാർ കലാപമായും അതിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ആ ലീഗിന്, കാരണം വാര്യൻകുന്നിന് മലപ്പുറത്ത് വലിയ നിലമ്പൂര് വലിയ സ്മാരകം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം മലബാർ കലാപത്തിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ലീഗിനെ സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചാൽ അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നുള്ള വ്യാഖ്യാനം എന്തിനാണ്? അപ്പോൾ ലീഗിനാണ് പൊള്ളിയത്. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടില്ല. ലീഗ് നേതാക്കന്മാരും മലബാറിലെ മുസ്ലിം വോട്ട് വേണമെന്ന് ചിന്തിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്, അവരും കോൺഗ്രസിനകത്തെ നേതാക്കന്മാർ, അവരാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയെ പോയി കാണുവാൻ ഒരു മടിയും ഉണ്ടാകാതിരുന്നത്. ലീഗിന്റെ അസ്വസ്ഥതകൾക്കിടയിലും ലീഗിന് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ യൂത്ത് ലീഗ് നേതാക്കളെ കൊണ്ട് ഇങ്ങനെ പരസ്യമായിട്ടുള്ള പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെയ്യിക്കുന്നത്. പക്ഷേ നേരിട്ട് പറയുന്നില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. അത് മന്ത്രിക്കെതിരെയാണ്, മന്ത്രിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ട സംഭവത്തിൽ. തിരുവിതാംകൂറിലെ കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും വിമർശിച്ചോ? ശരി, ശ്രീ KP ആരെങ്കിലും തൃശ്ശൂരിന് വടക്കോട്ടുള്ള ജില്ലകളിൽ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരടക്കമാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അത് വളരെ കൃത്യമാണ്. നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാറിൽ കയറ്റിയത് വലിയ അബദ്ധമായി എന്ന് CPM പോലും വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായി വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ഒരു പ്രത്യേക സമൂഹത്തെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. RV ബാബു ഒക്കെ മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ SNDPക്ക് സ്ഥാപനങ്ങൾ നൽകുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഒക്കെ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ട് മുസ്ലിം ലീഗ് അധികാരത്തിലില്ല, അതുകൊണ്ട് മുസ്ലിം ലീഗ് സ്ഥാപനങ്ങൾ നൽകുന്നില്ല എന്ന വിമർശനം അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാക്കണം. SNDPക്ക് കോളേജുകൾ നൽകേണ്ടത് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നൽകേണ്ടത് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷമായിരുന്നു. അതിന്റെ പേരിൽ മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വെള്ളാപ്പള്ളി വലിയ ഹൈന്ദവ സംഘടനയുടെ നേതാവാണ് എന്ന് RV ബാബു ഇപ്പോൾ പറയുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംവരണ സമുദായ മുന്നണി എന്ന് പറയുന്ന 56ഓളം സംഘടനകളുള്ള ഒരു വലിയ സമൂഹത്തിന്റെ ചെയർമാനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അന്ന് അദ്ദേഹത്തോടൊപ്പം ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അതിന്റെ ചെയർമാൻ കുട്ടി അഹമ്മദ് കുട്ടിയായിരുന്നു, മുസ്ലിം ലീഗിന്റെ MLA. അതിന്റെ വൈസ് ചെയർമാൻ ആയതായിരുന്നു നസറുദ്ദീൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.